തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ജനങ്ങൾ നല്ല രീതിയിൽ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നുണ്ട്. അതുകൊണ്ട് 101% വിജയം ഉറപ്പാണ്. തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകർ സ്വയം അറിഞ്ഞു വന്നതാണ്. അതൊരു റാലിയൊന്നുമല്ല, സ്വയം അറിഞ്ഞ് പ്രവർത്തകർ വന്നാണ് നോമിനേഷൻ കൊടുക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അത് ഞാൻ പറഞ്ഞത് തൃശ്ശൂർ, എനിക്ക് എൻ്റെ കാര്യം പറയാം. തൃശ്ശൂർ വോട്ടർ പട്ടികയിൽ പേരുള്ള ഏത് വോട്ടും സ്വീകരിക്കും. വോട്ടർ പട്ടികയിൽ പേരുള്ള അല്ല, ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ എല്ലാ വിഭാഗത്തിനും പേരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ അവരുടെ ഒക്കെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട്. ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട്, ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാമെന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും, പക്ഷേ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. നയം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വലിയ കാര്യം, അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ കൊടി ഉപയോഗിക്കാത്തതിനെ കുറിച്ച് പരാതി, മറ്റേ ചിലത് കൊടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പരാതി. പിന്നെ SDPIയുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്നത്. SDPI പരസ്യമായിട്ടാണ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇന്ന ആൾക്കാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ സ്വീകരിച്ചല്ലോ അന്ന്. ഇവരുടെ കോൺഗ്രസിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രം ഒരു മോശക്കാർ. ഞങ്ങൾക്ക് അന്ന് നിന്ന് ഒരേ നയം തന്നെയാണ്. ഞങ്ങളെ പിന്തുണച്ചപ്പോഴും എതിർത്തപ്പോഴൊക്കെ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ന്യൂനപക്ഷ വർഗീയതയും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയോടുള്ള നയം അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷെ എന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്യാൻ ആരൊക്കെ വോട്ട് ചെയ്യാന്ന് വരുന്ന ആരെങ്കിലും വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. തനിക്ക് തീവ്രത കൂടുതലാണോ, തൻ്റെ വോട്ട് വേണ്ട, തനിക്ക് കുറവാണോ, അങ്ങനെയാണോ ചെയ്യുക? ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശ്ശൂർ ലോക്സഭയിൽപ്പെട്ട മുഴുവൻ വോട്ടർമാരും അവരുടെ വോട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ലൈനുണ്ട്. ആ ലൈനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് വളരെ ക്ലിയറാണ്. ഇനിയിപ്പോൾ അതിലൊരു എന്താ പറയേണ്ടത്, അതിൽ സംശയത്തിന് അവകാശമില്ല.